അച്ഛൻ ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ ഇതൊക്കെ ആവശ്യാനുസരണം സ്വർണം മേടിച്ച് കയ്യിൽ പിടിച്ചിട്ടില്ലേ? എന്താ ഇല്ലേ? അതൊക്കെ ഇങ്ങോട്ട് എടുത്തു തരും. എടാ അത് ഞാൻ എനിക്ക് വേണ്ടി കൊണ്ടുപോയി വെച്ചതല്ല, ബാങ്കിൽ എല്ലാവർക്കും വേണ്ടിട്ട് വെച്ചതാണ്. എല്ലാവർക്കും കൂടി വെച്ച് കഴിഞ്ഞിട്ട് സ്വന്തം കാര്യം നോക്കി വേലസ് അല്ല വേണ്ടത്, കുടുംബത്തെ കാര്യം ഒരേപോലെ നോക്കണം. ഇത് അവനവന്റെ സൗകര്യവും ദൂരത്തും മാത്രം നടന്നിട്ടുള്ളോ? നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എടുത്തു തരിക, ഇല്ലെങ്കിൽ ഇതാ കസാരയിലിരിക്കാൻ യോഗ്യതയുള്ള മകൻ എന്ന് പറഞ്ഞില്ലേ ഏറ്റവും താഴെ അവനോട് എടുത്തു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്താ ശീതളായിട്ട് ഈ പറയണ? ഒരായുസ് മുഴുവൻ ഈ കുടുംബത്തിന് വേണ്ടി ഓടി തളർന്ന ഒരു മനുഷ്യനാണ്. നന്ദികേട് പറയരുത്. വലിയ ബലം പിടിക്കണം നീ. ആദ്യമൊക്കെ ഈ തറവാടിന്റെ അവകാശികളില് പകുതി പേര് ഞങ്ങളും പകുതി പേര് നിങ്ങളായിരുന്നു. ഇപ്പൊ നോക്ക്, ഞങ്ങളുടെ എണ്ണം കൂടി. അമ്മായിന്റെ മോൻ ഉണ്ണി വരപ്പം ഞങ്ങളുടെ കൂടെയാണ്. ഇനി ഈ കുടുംബത്തിക്ക് എപ്പോഴെങ്കിലും ഒന്ന് കടം തരുന്ന നമ്മുടെ മന്മഥം വരെ ഞങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പൊ ഭൂരിപക്ഷം ഞങ്ങൾക്കാണ്. 4 പേര് ഞങ്ങളും 2 പേരും നിങ്ങളുള്ള. നിങ്ങൾക്കൊരു ചുക്ക് കൂടെ ചെയ്യാൻ പറ്റില്ല. ഞങ്ങളൊന്ന് ആഞ്ഞു പിടിച്ച കാര്യങ്ങൾ ഭംഗിയാകും. എന്താ വേണ്ടത്? വെറുതെ വർത്താനത്ത് കണ്ട് അച്ഛനോട് ചേർത്ത് പോകാൻ പറയും. മൊണ്ടാട്ട് അടങ്ങി വന്നിരുന്ന അനക്കിവിടെ ജീവിക്കാം. ചേട്ടൻ ഇരിക്കട്ടെ കസാരയില്, മൂത്ത ഒരാളുണ്ടല്ലോ. ഇനി ഒന്നും ആലോചിക്കണ്ട, എനിക്ക് അച്ചോടുന്ന്. അതാ പ്രായമാകുമ്പോൾ ഇത്തിരി ബുദ്ധിയും ബോധമൊക്കെ ഒത്തിരി കുറയും. അപ്പൊ അതിനനുസരിച്ച് ആൾക്കാർ മാറിയിരിക്കട്ടെ. വെറുതെ അള്ളി പിടിച്ചിട്ട് എന്താ കാര്യം? എണീക്കുക അച്ഛ, അകത്ത് പോയിരിക്കും. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിടിക്കാൻ ആൾക്കാരുണ്ട് ഇവിടെ. പിടിക്കടാ. അത് ഇരുന്ന് പഠിക്കാതെ ഇത്ര മണി കൂടണോ? കേട്ടാ, നിങ്ങൾ ഇങ്ങോട്ട് വരി. ഈ കസാര എടുക്കിയിരിക്കും. ഇനി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം നിങ്ങളാണ്. എന്താ തീരുമാനിച്ചാൽ അതങ്ങോട്ട് പറഞ്ഞോളൂ. അച്ചോ ഇവിടെ നോക്കി, നിങ്ങൾ വിഷമിക്കണ്ട. ഈ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി നടക്കുന്ന കാലം വരെ ഈ തറവാട്ടിൽ 60 വയസ്സിന് മേലുള്ളവർക്ക് മാസം ഞാൻ ഒരു 1600 ഉറുപ്പ്യ വെച്ച് അങ്ങോട്ട് തരൂ, മുറുക്കാൻ മേടിക്കാൻ. ആ കാശ് മേടിച്ചിട്ട് മുറുക്കി തുപ്പിയിട്ട് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി മിണ്ടാതിരിക്കണം. മുറുക്കി തുപ്പാന്ന് പറഞ്ഞാൽ സ്വന്തം വീടിന്റെ ജന്മ തുപ്പരുത്. അല്ല, മുറുക്കാനുള്ള കാശ് മേടിച്ചിട്ട് സ്വന്തം വീട് തുപ്പി നാറ്റിക്കുന്ന ആൾക്കാരുണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ആ കോളാമ്പി എടുത്തു കൊടുക്കും. ഓ കൊണ്ടുപോടാ അച്ഛനകത്തേക്ക്. സുഖേട്ടാ, ഇപ്പൊ കാര്യങ്ങൾ ഏതാണ്ട് നമ്മൾ തീരുമാനിച്ച മാതിരി ആയില്ലേ? നീ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഒരു ലിസ്റ്റ് ഇടും. എന്താണ് നിങ്ങളുടെ പരിപാടി? ഞാനിപ്പോ എന്താ പറയണ്ട്, അച്ഛന്റെ കൂട്ടത്തിലൊക്കെ നിന്ന പോലെ എന്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിൽക്കാം, ഇല്ലെങ്കിൽ പൊക്കോളേ. ഞാനെന്താ ഇപ്പൊ പറയണ്ട്? അങ്ങനെ ആയിക്കോട്ടെ. മറിമായം.